ഇത്രയും വലിയ പപ്പായയോ? എന്ത് വലിയ പപ്പായ! ഏറ്റവും നല്ല ഇനമായത്. ഇതിന്റെ ഇനത്തിന് എന്തെങ്കിലും പേരറിയാവോ? കല്ല് പോലെ ഇരിക്കും, പക്ഷെ അകത്ത് ഹോളോ ആയിട്ടുള്ള ഭാഗം വളരെ കുറവായിരിക്കും. ഇത് മുറിക്കണമെന്ന് കാണിക്കാട്ടോ. ഇപ്പൊ തന്നെ മുറിക്കാൻ പോവാം. അപ്പൊ തന്നെ മുറിക്കുകയാണോ? എത്ര രൂപയായി ഈ പപ്പായക്ക്? 129. ഇത് എത്ര കിലോയുണ്ട്? 2,100. സമയം നോക്കിയോ എത്രയാണ്? സമയം 1:05. അല്ല 1:10. 3 മിനിറ്റ് കൊണ്ട് കട്ട് ചെയ്യാന്നല്ലേ പറഞ്ഞേ? 3 മിനിറ്റ് കൊണ്ട് പീലിംഗ് ഭയങ്കര ഈസി ആയിട്ടാണല്ലോ ഇത് പീൽ ചെയ്യണേ. പപ്പായ ചെത്താനല്ലെങ്കിൽ ഭയങ്കര പാടാ. കത്തി വെച്ചേ ഭയങ്കര പാടാ. കത്തി വെച്ച് എത്തിക്കഴിഞ്ഞാൽ നല്ല ഭാഗം മുഴുവൻ കത്തിയിൽ പോകും. പക്ഷെ ഇത് ഓവർ പഴുപ്പായ പീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ഇനത്തിന് കുഴപ്പമില്ല, ഇത് ചളങ്ങില്ല. കാരണം ഇതിന് കട്ടിയുണ്ട്, അതുകൊണ്ട് അത് കുഴിയില്ല. ഇത് റെഡ് ലേഡി ആണെന്ന് തോന്നുന്നല്ലേ? ആയിരിക്കും. ഇതിന് ഓറഞ്ച് കളറാണ് ചെത്തി കഴിയുമ്പോൾ. ഇന്നലെ കൊണ്ടുവന്ന് കണ്ടില്ല, അത് മഞ്ഞ നിറാണ്. ഇത് ഓറഞ്ചാ. എത്ര മിനിറ്റ് ആയി നോക്കി. ഇച്ചിരി ഇവിടെയൊക്കെ കളയാനുണ്ട്. 1 മിനിറ്റ് ആയിരിക്കും ചിലപ്പോൾ. അത് മൊത്തം കളയണം. താഴെയൊക്കെ കളയാനും കുഴപ്പമില്ല അല്ലേ? പീലറ് നല്ല സൗകര്യം. ഇത് എക്സിബിഷനാ പക്ഷെ കാണാറുള്ളൂ അല്ലേ? പീലറാകുമ്പോ ഒരു ഗുണം, എല്ലായിടത്തും ഒരേ കനത്തിലേ മുറിയുള്ളൂ. കത്തിയാവുമ്പോ അത് പറ്റില്ല. അതൊരു പ്രശ്നം. കൂടുതൽ ചെത്തിപ്പോവാനും സാധ്യതയുണ്ട്. അതാ പറഞ്ഞ, ആ ചെത്തി പോകുന്നത് നല്ല ഭാഗമായിരിക്കും. കഴിഞ്ഞു. സമയം നോക്കിക്കോളൂ. 3 മിനിറ്റ് തന്നെ. 3 മിനിറ്റ് ഇല്ല, 2 മിനിറ്റ് ആയുള്ളൂ. 2 മിനിറ്റ് ആയുള്ളൂ. 2 മിനിറ്റിൽ പപ്പായ പീൽ ചെയ്ത് കഴിഞ്ഞു. അതും ഇത്രയും വലുത്. ഇനി കുറുകയാണോ മുറിക്കണേ? ഉള്ളിലും ഓറഞ്ച് കളറാണോ? ഉള്ളിലും എന്നതാ അളവ് നോക്കണ? പാത്രത്തിൻ്റെ റൗണ്ട് ചെയ്ത് ആ ഉള്ളിൽ നല്ല ഡാർക്ക് റെഡാ അല്ലേ? എനിക്ക് ഇങ്ങനത്തെ കളർ നല്ല ഇഷ്ടമാണ്. ഇത് മുറുക്കമുള്ള റെഡ് ലേഡി അല്ലേ? ഈ ഹോളോ ഭാഗം തീരെ കുറവാണ്, അതുകൊണ്ട് അത് ചളങ്ങില്ല. നാടൻ എണ്ണത്തിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ വെച്ചാൽ ആ സൈഡ് അങ്ങ് ചളങ്ങി പോകും. കാരണം അതിന്റെ ഔട്ടർ തീരെ കനം കുറഞ്ഞതാണ്. നാടന്റെ ഔട്ടറാണോ കനം കുറഞ്ഞത്? കനം കുറഞ്ഞതെന്ന് പറഞ്ഞാ ഈ ഭാഗം, ഈ തിക്നെസ് ഉണ്ടല്ലോ, ഇതിന്റെ പകുതി ഉണ്ടാവുള്ളൂ നാടന്. അന്നേരം ഈ അകത്തുള്ള ഹോളോ ഭാഗം വലുതുമായിരിക്കും. അപ്പൊ അത് പെട്ടെന്ന് ചളങ്ങിപ്പോവും. ഓ, നാടല്ലേ? ഈ ഇന അങ്ങനെ വരില്ല എന്നാ പറയണേ. എത്ര ദിവസം കൊണ്ട് അത് തിന്ന് തീർക്കണേ? ഇത് 3-4 ദിവസത്തേക്ക് ഉണ്ടാവും. ഈ കുരു നട്ടാ പിടിക്കുവോ? വേണേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുരു ആക്കി ഇതിന്റെ കുരു ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ. ഇപ്പൊ മഴ പെയ്ത കാരണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ മഴക്കാലത്ത് ആ ലേസിയുടെ അവിടെയൊക്കെ ഒന്ന് വെക്കാം. എന്ത് വലിയ ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. ഈ മഴക്കാലത്ത് കുറെ കൃഷി ചെയ്യാനുണ്ട്. വേനൽ മഴ പെയ്തുകൊണ്ട് കുരു നടാം. കഴിഞ്ഞോ? എത്ര പെട്ടിയായി? 2 പെട്ടി കഴിഞ്ഞു. ഓ,
ഇനിയും ഉണ്ടല്ലോ ബാക്കി, ഒരു പെട്ടിയും കൂടെ ഉണ്ടാവൂലേ? ഇതിപ്പോ ഒന്നും തിന്നാനായിട്ടില്ല. 2 പെട്ടി ഫുൾ നിറച്ചു വെക്കും. സമയം ഇപ്പോൾ 1:15 കഴിഞ്ഞിരിക്കുകയാണ്. 1:15 കഴിഞ്ഞപ്പോൾ ഇതിന്റെ ക്ലോസപ്പ് എടുക്കാം.